സിനിമാ രംഗത്ത് തിരക്ക് വർദ്ധിക്കുമ്പോൾ വീട്ടുകാർക്ക് നഷ്ടപ്പെടുന്നത് ആ നടനെയോ സംവിധായകനോ ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. പ്രേംനസീർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടികൾക്കാണ് എൻ്റെ ഭാര്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത്. അങ്ങനെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജിനെ കുറിച്ചാണ്, പൃഥ്വിരാജിൻ്റെ കുടുംബത്തിലെ ചില വിഷമങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് ഇപ്പോൾ സംവിധായകനാണ്, നടനാണ്, നിർമ്മാതാവാണ്. അതായത് തിരക്കുള്ള, എല്ലാ രീതിയിലും തിരക്കുള്ള ഒരാളാണ്. എല്ലാ രീതിയിലും തിരക്കുള്ളൊരു ചെറുപ്പക്കാരൻ, അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ മലയാള സിനിമയിലെ വമ്പൻ സംവിധായകരുള്ളപ്പോഴും വമ്പൻ നടന്മാരുള്ളപ്പോഴും പൃഥ്വിരാജിനെ പോലെ തിരക്ക് വേറൊരാൾക്ക് ഇല്ല എന്ന് പറയുന്നതാണ് ശരി. ഒപ്പം സിനിമ നിർമ്മാണമാവും. ഇതിങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാരണം, ഈ തിരക്ക് പ്രശസ്തി ഉണ്ടാക്കുന്നു, പണമുണ്ടാക്കുന്നു, കുറേ ബന്ധങ്ങൾ കേരളം വിട്ട് ഇന്ത്യ വിട്ട് ലോകമായിട്ടുള്ള സിനിമയിൽ ബന്ധങ്ങളുണ്ടാകുന്നു, ബിസിനസ് ശൃംഖലകൾ വർദ്ധിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും തങ്ങളുടെ അച്ഛനെയും തൻ്റെ ഭർത്താവിനെയും നഷ്ടമാവുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നത്. ഒരു തെറ്റും ചെയ്തിട്ടല്ല, കാരണം അവർക്ക് കാണണം, പണം മാത്രം പോരാ, കാണണമെന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ വീട്ടിലുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മറ്റാരും പറഞ്ഞതല്ല, പൃഥ്വിരാജ് തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അവൻ്റെ മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തു. ഈ മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തപ്പോഴാണ് അതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ എൻ്റെ ഭാര്യ സുപ്രിയ പറഞ്ഞത്, എൻ്റെ മകള് പറഞ്ഞത്. കാരണം എനിക്ക് ഡാഡിയെ മിസ്സ് ചെയ്യുന്നു എന്നാണ് മോള് പറയുന്നത്. ഭർത്താവിനെ മിസ്സ് ചെയ്യുന്നതാണ് സുപ്രിയ പറയുന്നത്. സുപ്രിയ വലിയ കുറേ ഹിറ്റ് സിനിമകൾ കൂടി എടുത്ത ഒരു നിർമ്മാതാവ് കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ ധർമ്മസങ്കടങ്ങൾ സമയിലൊക്കെ അറിയാം. അപ്പോൾ നടനായിരുന്നപ്പോൾ പറയുന്ന, നടനായിരിക്കുമ്പോൾ ഒരു ഗുണം, നടൻ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ ലൊക്കേഷനിൽ പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് ഭാര്യയെയും കുട്ടികളെയും കാണാൻ പറ്റും. ഇപ്പോൾ സ്ഥിതി അങ്ങനെ, ഒരു സംവിധായകനായ സ്ഥിതി എന്താ? സിനിമയുടെ തുടക്കം മുതൽ തിയേറ്ററിൽ എത്തുന്നത് വരെ സംവിധായകൻ അവിടെ ഉണ്ടായിരിക്കണം, വിശ്രമമില്ല. എന്നിട്ടും മറ്റുള്ളവർ കൊടുക്കുന്ന പ്രാധാന്യം സംവിധായകൻ ആരും കൊടുക്കാറുമില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഈ സിനിമ വെറുതെ ഒരു പിള്ളകളിയൊന്നുമല്ല, വളരെ ഗൗരവമായിട്ടാണ് സിനിമയെ സമീപിച്ചിരുന്നത്. അല്ലെങ്കിൽ സിനിമ പഠിക്കാത്ത, സിനിമയിൽ ഗുരുക്കന്മാരില്ലാത്ത പൃഥ്വിരാജിന് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാവുന്ന ടേക്കിങ്സ്, ഷോർട്സുകൾ, സീൻ കട്ട് ചെയ്യുന്ന എവിടെയുള്ളത്, അത്രയും ഫ്രഷ് കട്ട്, ഫാസ്റ്റ് കട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവർ തമാശയായിട്ടായാലും അവരുടെ സ്നേഹക്കൂടുതൽ കൊണ്ടായാലും പറഞ്ഞു, സംവിധാനം കുറയ്ക്കുന്നതാണ് നല്ലത്. അത്യാവശ്യത്തിന് സിനിമ സംവിധാനം ചെയ്ത് പേരെടുത്ത് പണമുണ്ടാക്കി. ഇനി ഞങ്ങൾക്ക് വേണം, പണം ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല ജീവിതം, ഞങ്ങൾക്ക് നിങ്ങളെ വേണം എന്നുള്ള ആ സ്നേഹപൂർവ്വം ഉണ്ടല്ലോ, അത് മിക്ക പേരും ആഗ്രഹിക്കുന്നതാണ്. കുറച്ച് പേര് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അങ്ങനെ ആ ആഗ്രഹിക്കുന്ന കാര്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ പൃഥ്വിരാജ് പറയുന്നത്, എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഈ സിനിമയോടെ, എൻ്റെ ഈ മൂന്നാമത്തെ സിനിമയോടെ ഈ സിനിമാ സംവിധാനം നിർത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. പക്ഷെ പറ്റില്ല എന്ന് പറയാൻ കാരണം, ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നൊരുത്തനാണെന്ന് ആലോചിക്കണം. ഞാൻ രഞ്ജിത്ത് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന, ഒരേ ഒരു സിനിമയിൽ അഭിനയിച്ച് ആസ്ട്രേലിയയിൽ പോയി പഠനം പൂർത്തിയാക്കാൻ തിരിച്ചു വന്ന ആളാണ് ഞാൻ. എനിക്ക് പിന്നീടോ ഈ സിനിമയിൽ ഇവിടെ തുടരേണ്ടി വന്നില്ലേ? ആ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാ, മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്ത് മൂന്നാമത്തെ സിനിമയ്ക്ക് അടുത്തൊരു ഭാഗം സംവിധാനം ചെയ്യേണ്ടി വരുന്നു.
അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ സിനിമാ സംവിധാനത്തിൽ കൂട്ടിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് തുറന്നു പറച്ചിലാണെന്ന് ആലോചിക്കണം. ആ തുറന്നു പറച്ചിൽ പറയുമ്പോഴും ആ കൂട്ടിലടയ്ക്കപ്പെട്ടത് അസ്വാതന്ത്ര്യമായാലും ആ അസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമായിട്ട് തന്നെയാണ് ഓരോ സംവിധാനം കാണുന്നത്. കാരണം സക്സസ് ഉള്ള കാലം വരെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റൂ. എത്രയോ നല്ല സംവിധാനം ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനാരും മൈൻഡ് ചെയ്യില്ല. അതിന് അറിയണമെങ്കിൽ നമ്മൾ ഇത്ര നല്ല ബെസ്റ്റ് ടെക്നീഷ്യനാണ് മലയാള ഫിലിമിലെ ജോഷി എന്നാലോചിക്കണം. മികച്ച നടനാണ് മമ്മൂട്ടി എന്നാലോചിക്കണം. മികച്ച നിർമ്മാതാക്കളിൽ ഒരാളാണ് ജൂബിലിയുടെ ജോയ് തോമസ് എന്നാലോചിക്കണം. ഇവർ കുറേ സിനിമകളെടുത്ത് നല്ല സിനിമകളെടുത്ത് അത് എഴുതിയും ഡെന്നിസ് ജോസാണ് എഴുത്ത്. ആ സിനിമകൾ പലതും ക്വാളിറ്റി ബേസിൽ ദ ബെസ്റ്റ് ആയിരുന്നപ്പോഴും ഈ കളക്ഷൻ്റെ ബേസിൽ അത്രയും ഗുണമുണ്ടായില്ല. ഈ പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് മാർക്കറ്റ് ഇല്ലാതായി എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു കാലഘട്ടം ഉണ്ടായെന്നാലോചിക്കണം. അതിനവർക്ക് പിന്നെ ഒരു തുരുപ്പിച്ചിട്ടായി മാറി ന്യൂഡൽഹി എന്നൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അതിൻ്റെ നിർമ്മാതാവ് ജൂബിലി ജോയാണ്, അതിൻ്റെ സംവിധായകൻ ജോഷിയാണ്, അതിൻ്റെ എഴുത്തുകാരൻ ഡെന്നിസ് ജോസഫാണ്, അതിൻ്റെ പ്രധാന നടൻ മമ്മൂട്ടിയാണ്. ആ നഷ്ടപ്പെട്ടു പോയി ആ 4 പേർക്കും തിരിച്ചു വരാൻ കഴിഞ്ഞൊരു തുരുപ്പിച്ചിട്ടായിരുന്നു ന്യൂഡൽഹി എന്ന് ആലോചിക്കണം. അപ്പോൾ വീണ്ടും അവർ പച്ച പിടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ പൃഥ്വിരാജ് ഇപ്പോൾ ഫുൾ സിംഗിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സിനിമയ്ക്ക് ഒരു കാലിടറിയാൽ ആ ഇടർച്ചയായിരിക്കും ഒരുപക്ഷെ അതൊരു വീഴ്ചയിലേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് രാവും പകലും ഊണിലും ഉറക്കത്തിലും ഈ സിനിമയെക്കുറിച്ച്, നാളത്തെ സീനുകളെക്കുറിച്ച്, നാളെ എത്ര മണി പോകണം, റീടേക്ക് എത്ര വേണം, സജഷൻസ് എത്ര വേണം, മിഡ് ഷോട്ട് എത്ര വേണം, ലോങ് ഷോട്ട് എത്ര വേണം, ക്ലോസ് ഷോട്ട് എത്ര വേണം, ഇങ്ങനെ കുറേ കാര്യങ്ങളെ ഊണും ഉറക്കവുമില്ലാതെ അത് ഫാസ്റ്റ് കട്ട് ചെയ്യാൻ ലാഗ് ചെയ്യാൻ പാടില്ല. നിരവധി ഭ്രാന്തെടുക്കുന്ന അവസ്ഥയിലേക്ക് സംവിധാനം കൊണ്ട് എത്തിക്കണമെന്ന് ആലോചിക്കണം. അതിനിടയിൽ ആരെങ്കിലും വരാതിരുന്നാലോ, കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ, അങ്ങനെയും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം തന്നെ ഈ സിനിമയിൽ തന്നെ പുതിയ സിനിമ തന്നെ അത്ര സംഭവം ഉണ്ടായില്ല. ക്ലൈമാക്സ് സീൻ എടുക്കാൻ വേണ്ടി മോഹൻലാൽ എത്രയോ ദിവസങ്ങളോളം അവിടെ കാത്തിരുന്നു. മഴ പെയ്തു. ആ മഴ പെയ്തു കുറെ കാത്തിരുന്നില്ല, എത്രയോ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു. അത് കഠിനാധ്വാനം കൊണ്ട് വീണ്ടും അത് റിക്കവർ ചെയ്യുന്ന ആലോചിക്കണം. അപ്പം ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോഴും വീട് തന്നെയാണ്, വീട് ഒരു സ്വർഗം തന്നെയാണ്. ആ സ്വർഗം എന്നും സ്വർഗമായിരിക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോഴും തിരിച്ചൊരു ചോദ്യമുണ്ട്. ഇതേ ചോദ്യങ്ങൾ തന്നെ പൃഥ്വിരാജിൻ്റെ അമ്മയും പൃഥ്വിരാജ് ചേട്ടനുമൊക്കെ മുൻപ് സുകുമാരൻ അവരുടെ അച്ഛൻ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതേ ചോദ്യങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരിക്കില്ലേ? കാരണം ഇങ്ങനെ സംവിധാനം ചെയ്താൽ പോയാൽ അച്ഛനെ ഞങ്ങൾക്ക് ദിവസവും കാണാൻ കഴിയുമോ? ഈ ചോദ്യങ്ങളെല്ലാം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ബെസ്റ്റ് ടൈം എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ കാര്യമല്ല, നിങ്ങൾ കൊടുക്കുന്ന സക്സസ് ആണ് ദ ബെസ്റ്റ് ടൈം എന്ന് ആലോചിക്കണം. ആ സക്സസ് പോറലേൽപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, എല്ലാ ദിവസവും ഭാര്യയെയും കുട്ടികളെയും കാണാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പലരും ചില ആൾക്കാർ ചെയ്യാൻ ശ്രമിച്ചതാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭാര്യയെയും കുട്ടികളെയും നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം എന്നുള്ളതാണ്, ജോലിക്ക് വിഘ്നം വരാതെ. അങ്ങനെ ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ വേറൊരു ചോദ്യം വരും, എൻ്റെ മോൾക്ക് പഠിക്കാൻ പോകണ്ടേ? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം പ്രയാസങ്ങൾ സഹിക്കുന്നത് മലയാളം കണ്ട, അല്ലെങ്കിൽ ഈ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സംവിധായകനാകേണ്ട പൃഥ്വിരാജിന് വേണ്ടിയാണെന്ന് മാത്രം ഭാര്യയും മകളും വിചാരിക്കുക.